ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിലൂടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻ കേസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ, രണ്ടോ അതിലധികമോ ഇവൻറ്റ്സിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെന്ന് പറയുന്നു. എപ്പോൾ ഇഫ് ദ ഒക്കറൻസ് ഓഫ് വൺ ഓഫ് ദം ഇൻ നോ വേ അഫക്ട്സ് ദ ഒക്കറൻസ് ഓഫ് ദി അതർ ഇവൻറ്റ്. ഏതെങ്കിലും ഒരു ഇവൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് മറ്റൊരു ഇവൻറ്റ് സംഭവിക്കാനുള്ള സാധ്യതയെ ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സെക്കൻഡ് ഇവൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടോസിങ് എ കോയിൻ ട്വൈസ്. നമ്മൾ ഒരു കോയിൻ 2 പ്രാവശ്യം നമ്മൾ ടോസ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് ടൈം ടോസ് ചെയ്യുന്നത് ഒരിക്കലും ഫസ്റ്റ് ടൈമിൻ്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻ കേസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. Multiplication theorem states that if two events A and B are independent, the probability that they will both occur is equal to the product of their individual probabilities. Multiplication theorem പറയുന്നത്, ഇപ്പോൾ 2 ഇവൻറ്റ്സ് A and B എന്ന് പറയുന്ന ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ ആ 2 ഇവൻറ്റും ഒരുമിച്ച് സംഭവിക്കാനുള്ള സാധ്യത ബോത്ത് ഒക്കർ ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി. പി ഓഫ് എ ആൻഡ് ബി സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അവയുടെ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീൻ്റെ പ്രോഡക്ട്സിന് തുല്യമായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കുമെന്നാണ് പറയുന്നത്. ടെക്നിക്കലി നമുക്ക് ഇതിനെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഓരോ ഇവൻറ്റ്സിൻ്റെയും ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻ കേസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിൽ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ: എ ബാഗ് കണ്ടെയ്ൻ 5 വൈറ്റ് ബോൾ ആൻഡ് 8 ബ്ലാക്ക് ബോൾ. ഒരു ബാഗിൽ 5 വൈറ്റ് ബോളും 8 ബ്ലാക്ക് ബോളും ഉണ്ട്. ടോട്ടൽ അപ്പോൾ 13 ബോൾസ് ആണുള്ളത്. 1 ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദി ബാഗ് ആൻഡ് ഈസ് ദെൻ റീപ്ലേസ്ഡ്. അതിലൊരു ബോൾ നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ ബോൾ തിരികെ വെക്കുന്നു. എഗെയിൻ അനദർ 1 ഈസ് ഡ്രോൺ. തിരികെ വെച്ചതിന് ശേഷം വീണ്ടും നമ്മളൊരു ബോൾ റാൻഡമായി ചൂസ് ചെയ്യുന്നു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ദി ബോൾസ് ഡ്രോൺസ് ആർ വൈറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 പ്രാവശ്യവും നമ്മൾ ബോൾ റാൻഡമായി ചൂസ് ചെയ്തപ്പോൾ അത് രണ്ടും വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം ബാഗിൽ 5 വൈറ്റ് ബോളും 8 ബ്ലാക്ക് ബോളുമാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ ബോൾ എന്ന് പറയുന്നത് 13 ബോൾസ് ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇവൻറ്റിനെ നമുക്ക് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവൻറ്റ് എ എന്ന് പറയുന്നത് ഇവൻറ്റ് ഓഫ് ഒക്കറിങ് വൈറ്റ് ബോൾ ഇൻ ദ ഫസ്റ്റ് ഡ്രോ. നമ്മൾ ഈ ബാഗിൽ നിന്നും ഒരു വൈറ്റ് ബോൾ ആദ്യം ചൂസ് ചെയ്യുന്നു. അതിനെ നമുക്ക് ഇവൻറ്റ് എ ആയിട്ട് പരിഗണിക്കാം. അപ്പോൾ ആദ്യ ഇവൻറ്റ് എയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ടോട്ടൽ 13 ബോളിൽ നിന്നും ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ 5/13 എന്ന് വരും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് എ എന്ന് പറയുന്നത് 5/13. ഇവൻറ്റ് എ എന്ന് പറയുന്നത് ദ ഇവൻറ്റ് ഓഫ് ഒക്കറിങ് വൈറ്റ് ബോൾ ഇൻ ദ ഫസ്റ്റ് ഡ്രോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു വൈറ്റ് ബോൾ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബോൾ വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കുന്നു, അല്ലേ? തിരിച്ചു വയ്ക്കുമ്പോൾ വൈറ്റ് ബോളിൻ്റെ എണ്ണം എത്ര തന്നെയായിരിക്കും? 1 എടുത്ത് വീണ്ടും 1 അതിലേക്ക് തന്നെ വെക്കുകയാണ്. സോ വൈറ്റ് ബോളിൻ്റെ എണ്ണം 5 തന്നെയായിരിക്കും. ബ്ലാക്ക് ബോളിൻ്റെ എണ്ണം 8 തന്നെയായിരിക്കും. ടോട്ടൽ ബോളിൻ്റെ എണ്ണം 13 ആയിരിക്കും. കാരണം എടുത്ത ബോൾ തിരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവൻറ്റ് ബി എന്തായിട്ട് പരിഗണിക്കാം? ഇവൻറ്റ് ബൈ വിച്ച് എ വൈറ്റ് ബോൾ ഒക്കർ ഇൻ ദ സെക്കൻഡ് ഡ്രോ. നമ്മൾ സെക്കൻഡ് ടൈം ഒരു ബോൾ എടുക്കുന്നു, അത് വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യത എത്രയെന്നാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നതും എത്ര തന്നെയായിരിക്കും? 5/13. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ബോൾ ഈസ് ഡ്രോൺ ഈസ് റീപ്ലേസ്ഡ്. സോ ഈവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ ഫസ്റ്റ് ഇതിൽ നിന്നൊരു ബോൾ എടുത്തു, അത് നമ്മൾ അതിലേക്ക് തന്നെ തിരികെ വെച്ചു. തിരികെ വെച്ചില്ലായിരുന്നുവെങ്കിൽ ഇവിടെ 4 വൈറ്റ് ബോൾ മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. തിരികെ വെച്ചതുകൊണ്ടാണ് 5 വൈറ്റ് ബോളും 8 ബ്ലാക്ക് ബോളും ഉള്ളത്.
സോ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 5/13 ആണ്. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? സെക്കൻഡ് ടൈം നമ്മളൊരു ബോൾ ഡ്രോ ചെയ്തപ്പോൾ ഫസ്റ്റ് ടൈം ബോൾ ഡ്രോ ചെയ്തതിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല അല്ലേ? അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് അത്ര തന്നെ ബോൾ അവിടെ വന്നിട്ടുണ്ട്, ഒരു ചേഞ്ചസും ടോട്ടൽ ബോളിൽ വന്നിട്ടില്ല. സോ സെക്കൻഡ് ബോൾ ഡ്രോ ചെയ്തത് ഒരിക്കലും ഫസ്റ്റ് ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. സോ ഈവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമ്മൾക്ക് പ്രോബബിലിറ്റി ഓഫ് എ 5/13 എന്നും പ്രോബബിലിറ്റി ഓഫ് ബി 5/13 എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ട് ഇവൻറ്റുകളിലും വൈറ്റ് ബോൾ തന്നെ വരാനുള്ള സാധ്യതയാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻ കേസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റാണ് നമ്മൾ പറയുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. പി ഓഫ് എ ആൻഡ് ബി അല്ലെങ്കിൽ ടെക്നിക്കലി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എങ്ങനെയാണ് കാണുന്നത്? അവയുടെ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്ട്സിന് തുല്യമായിരിക്കും. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പോൾ പി ഓഫ് എ 5/13 എന്ന് കിട്ടിയിട്ടുണ്ട്, പി ഓഫ് ബി 5/13. അപ്പോൾ 5/13 ഇൻറ്റു 5/13 ഈക്വൽ ടു 5 ഇൻറ്റു 5 25 എന്ന് കിട്ടും. 13 ഇൻറ്റു 13 169 എന്ന് കിട്ടും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 25/169 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഓർത്ത് വെക്കുക, മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻ കേസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇനി മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻ കേസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിലോ? ഡിപ്പെൻഡൻറ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് രണ്ട് ഇവൻറ്റ്സ് ഉണ്ട്, എ ആൻഡ് ബി എന്ന് പറയുന്ന ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്ന ഇവൻറ്റിനെ നമുക്ക് സെക്കൻഡ് ഇവൻ്റ് ആയിട്ട് പരിഗണിക്കാം. സോ സെക്കൻഡ് ഇവൻറ്റ് ഹാപ്പണിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവൻറ്റ്സ് ഡിപ്പെൻഡ് ആണെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ബാഗ് നിറയെ 5 വൈറ്റ് ബോളും 8 ബ്ലാക്ക് ബോളുമാണ് ഉള്ളത്. ടോട്ടൽ 13 ബോൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവൻറ്റ് എ ആയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഡ്രോയിൽ ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ 5/13 എന്ന് നമുക്കത് കിട്ടി. സെക്കൻഡ് ഇവൻ്റ് ആയിട്ട് നമ്മൾ ബി പരിഗണിച്ചത് ഫസ്റ്റ് ഡ്രോയിൽ നമ്മളെടുത്ത ബോള് അവിടെ റീപ്ലേസ് ചെയ്തു വെക്കുന്നു അല്ലേ? അതിനുശേഷം വീണ്ടും നമ്മളൊരു ബോൾ എടുക്കുകയാണെങ്കിൽ അതും ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണെന്ന് തന്നെ നമ്മൾ പറഞ്ഞു, 5/13 എന്ന് പറഞ്ഞു. കാരണം ഇവിടെ ടോട്ടൽ ബോളിൽ വ്യത്യാസമില്ല, ഒന്നെടുത്ത് വീണ്ടും അത് അവിടെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. സോ ടോട്ടൽ ബോൾ 13, 5 വൈറ്റ് ബോൾ ഉണ്ട്. ഇനി ഇവിടെ നമ്മളിത് റീപ്ലേസ് ചെയ്യുന്നില്ല എങ്കിൽ, നമ്മൾ ബോൾ റീപ്ലേസ് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും വൈറ്റ് ബോൾ ഉണ്ടാവാം? 5 ബോളിൽ നിന്ന് ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു ബോൾ നമ്മൾ എടുത്തു, അപ്പോൾ 5/13 പ്രോബബിലിറ്റി കിട്ടി. പക്ഷെ നമ്മൾ ഈ എടുത്ത ഒരു ബോൾ നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുന്നില്ല. സോ ടോട്ടൽ വൈറ്റ് ബോൾ എത്രയായിരിക്കും? അപ്പോൾ 4 ആയിരിക്കും. ദെൻ ബ്ലാക്ക് ബോളിൽ മാറ്റം ഉണ്ടാവുന്നില്ല, 8. ടോട്ടൽ എന്ന് പറയുന്നത് 12 ബോളായിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഒരു ബോൾ എടുത്തു, അത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം ഇവൻറ്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 5/13 ആയിരിക്കും. രണ്ടാമത്തെ ഇവൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ബോൾ തിരിച്ച് വെക്കുന്നില്ല, അപ്പോൾ 4 വൈറ്റ് ബോൾ മാത്രമേ ഉള്ളൂ. സോ ഈ ഇവൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ എത്രയാണ്? 4 വൈറ്റ് ബോളും ടോട്ടൽ ബോളിൻ്റെ എണ്ണം 12മാണ്. അപ്പോൾ 4/12 ആയിരിക്കും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4/12 ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഡിപ്പെൻഡൻറ്റ് കേസിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. പി ഓഫ് എ എന്ന് പറയുന്ന ഫസ്റ്റ് ഇവൻ്റ് ആണ്, പി ഓഫ് ബി എന്ന് പറയുന്നത് സെക്കൻഡ് ഇവൻ്റ് ആണ്. പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് ഇവൻ്റ് ബി ഡിപ്പെൻഡ്സ് ഓൺ ഇവൻ്റ് എ. അപ്പോൾ ഈ എക്സാമ്പിൾ പ്രകാരം പ്രോബബിലിറ്റി ഓഫ് എ ഫസ്റ്റ് ബോൾ ഡ്രോൺ ചെയ്യുന്നത് വൈറ്റ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 5/13 ആണ്. ദെൻ ഈ ബോൾ റീപ്ലേസ് ചെയ്യാതെ
നമ്മൾ സെക്കൻഡ് ബോൾ ഡ്രോ ചെയ്യാണ്. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് 4/12 ആയിരിക്കും. അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് 5/13 എന്ന് കിട്ടി. പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് 4/12. സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ 5/13 ഇൻറ്റു 4/12 എന്ന് വരും. അപ്പോൾ 5 × 4 20 എന്ന് കിട്ടും. 13 × 12 156 എന്ന് കിട്ടും. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 20/156 എന്ന് കിട്ടും.